السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്നെ കേൾക്കുന്ന ഒരുപാട് സത്യവിശ്വാസികൾ, ഒരുപാട് ഉമ്മമാർ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. സർവശക്തനായ അല്ലാഹു അവരുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾ കമിലായ ആജിലായ ശിഫ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരോ വിഷയങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരുപാട് സംശയങ്ങളാണ് ഇന്ന് നമ്മുടെ ഖൽബിൽ മുഴുവനുള്ളത്. സിഹർ ഏത് രൂപത്തിലാണ്? സിഹർ ഒരു മനുഷ്യനുമായി ബന്ധം ഉണ്ടാകുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. ഇവിടെ ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്, വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യൻ, നല്ല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മനുഷ്യൻ, 5 വക്തും പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അല്ലാഹു കാക്കും. അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവനാണ്. നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ദുആയും തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എല്ലാ പിശാചും നമ്മളെ തൊട്ട് ഓടും. ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് കരയാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് മരണത്തിന്റെ കഥ പറയുമ്പോൾ ആ മസ്ജിദുൻ നബവിയുടെ ഓരോരോ മൂലയിൽ നിന്ന് കരച്ചിൽ ഇങ്ങനെ കേൾക്കും. സ്വഹാബത്ത് ചോദിക്കും, എന്തിനാ കരയുന്നത്? അങ്ങും ഇങ്ങും പരസ്പരം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും അവർ. ഓരോരോ ആളുകൾ പറയും, നാളെ ആഖിറത്തിന്റെ കഥ ആലോചിച്ച് കരയുകയാണ്. ചില ആളുകൾ പറയും, ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേർപിരിയണമല്ലോ, ആ ഒരു സങ്കടമാണ് ഞങ്ങളുടെ ഖൽബിലുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയും, ഖബറിൽ ഒറ്റക്കാണ് ഉണ്ടാവുക. അത് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. ഞാൻ ഇന്ന് ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ആ രൂപത്തിലാണ് മനുഷ്യന്റെ അവസ്ഥ. എപ്പോഴാണ് മനുഷ്യൻ മരണപ്പെടുക എന്ന് പറയാൻ എന്റെ ഈ വോയിസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് കഴിയില്ല. വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഉമ്മമാർക്ക് കഴിയില്ല. എപ്പോഴും പോകാൻ റെഡിയായിരിക്കുന്ന നമുക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പടച്ച റബ്ബിനോട് കരഞ്ഞിട്ട് പക്ഷാതാപിച്ച് തൗബ ചെയ്തിട്ട് അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങാൻ നാമൊക്കെ തയ്യാറാവണം. ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നന്നാവണം. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനാവണം. ആ സമയത്ത് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുന്നു, നിങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് വരുന്ന ആളാണ്, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്ന മനുഷ്യനാണ്, എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മനുഷ്യനാണ്, സ്വതഖ ചെയ്യുന്ന മനുഷ്യനാണ്, വീട്ടിൽ പോലും പോവാതെ മസ്ജിദുൻ നബവിയുടെ മൂലയിൽ ഇരുന്ന് വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യനാ. ഇപ്പോഴെന്തേ ഒരു പേടി
വരുന്നത്. ആ സമയത്ത് ആ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിനോട് കരയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ എപ്പോഴും ഞാൻ കരയുമായിരുന്നു. വിശുദ്ധമായ ഖുർആനിന്റെ ഓരോരോ വാക്കുകൾ കേട്ട്, വിശുദ്ധമായ ഖുർആനിന്റെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ എപ്പോഴും കരയും, യാ റസൂലല്ലാഹ്. ഈടടുത്ത് എനിക്ക് കരച്ചിൽ വരുന്നില്ല. അല്ലാഹ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയുന്നു, സ്വഹാബി, നിങ്ങൾ ബേജാറാവണ്ട. ആ ഒരു ടെൻഷൻ നിങ്ങളുടെ ഖൽബിൽ ഉണ്ടായപ്പോ അല്ലാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു, നിങ്ങളെ ആദരിച്ചിരിക്കുന്നു. നിങ്ങൾ നാളെ സ്വർഗത്തിലാണെന്ന് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അയാളെ മനസ്സിലൊരു സങ്കടം. പടച്ചോനെ, എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് നോമ്പ് നോക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, പടച്ചോനെ സ്വതക്ക ചെയ്യാൻ എൻ്റെ അടുത്തൊന്നുമില്ലല്ലോ എന്നൊരു വിഷമം നമുക്കുണ്ടോ? എന്നാൽ ചെയ്തതുപോലെ പടച്ചറബ് പ്രതിഫലം തരും, ഒരു സംശയമില്ല. ആ ഒരു മനസ്സാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 3 കാര്യങ്ങളിൽ അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. അതിൽ ചിലപ്പോൾ അല്ലാഹു ബർക്കത്ത് തരും, ചിലപ്പോൾ അല്ലാഹു ബർക്കത്തിനെ തടയും. ആ 3 കാര്യങ്ങൾ ഏതാണ്? ഒന്നാമത്തേത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫിദ്ദാർ, നമ്മളെ വീട്ടിലാണ്. നമ്മളെ വീട് തന്നിട്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. ആ വീട്ടിൽ ചിലപ്പോൾ ഒരു ബർക്കത്ത് ഉണ്ടാകും, ചിലപ്പോൾ അല്ലാഹു ബർക്കത്തിനെ തടയും. അപ്പൊ ഒരു വീടെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഒരു മസ്കൻ, ഒരു വീടുണ്ടാവുക. സന്തോഷത്തോടുകൂടെ ആ വീട്ടിൽ കയറിയിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു വീട്. ചില ആളുകളൊക്കെ വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതേ കണക്കാണ്. അന്ന് തുടങ്ങി രോഗം, അന്ന് തുടങ്ങി പ്രയാസം. ആ വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല. മുകളിൽ നിന്നൊരു ശബ്ദങ്ങൾ കേൾക്കുന്നു. അതുപോലെ ആ വീട്ടിൽ കയറിയപ്പോഴാണ് പനി വന്നത്. ആ വീട്ടിലെ കോണി ഏറിയപ്പോഴാണ് വീണ് കാല് മുറിഞ്ഞത്. ആ വീട് കുടിയിരുന്നപ്പോഴാണ് ഗൾഫിൽ സംരംഭങ്ങളൊക്കെ പൊട്ടിയത്. ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആ വീട് ഒഴിവാക്കി പോകണമെന്നാണ്. ഇത് മുത്തു നബി പറഞ്ഞതാണ്. ചില വീടുകൾ പിശാചിന്റെ വീടുകളായി മാറും. അപ്പൊ നമ്മൾ സുന്ദരമായ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് സുന്ദരമായ, നമുക്ക് അനുയോജ്യമായ ഒരു വീട്, ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം. ആ ഒരു സ്ഥലത്താണ് നമ്മൾ അതിന്റെ ഒരു ബർക്കത്ത് ആലോചിച്ചിട്ടാണ്, ചിന്തിച്ചിട്ടാണ് നമ്മൾ പ്രഗത്ഭരായ നല്ല മനുഷ്യന്മാരെ കൊണ്ടുവന്നിട്ടൊരു കുറ്റിയടിക്കുന്നത്, അവിടെ വന്നിട്ട് ദുആ ചെയ്യുന്നത്, കല്ലിടാനും കട്ടിൽ വെക്കാനും മഹത്തുക്കളെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ ഒരു ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മളെ വീട്ടിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം. ഒരു വീടെടുത്തിട്ട് ആ വീട്ടിൽ ഒരാൾ കുടിയിരുന്നിട്ട് അവർക്ക് ബർക്കത്തുണ്ടോ എന്നാൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലാഹു അവനക്ക് കൊടുത്ത വീടുണ്ടല്ലോ, ആ വീട് അവനക്ക് ഖൈറാണ്, അവനക്ക് സന്തോഷകരമാണ്. അതിലവനെ പരീക്ഷിക്കുന്നില്ല. അല്ലാഹുവിന്റെ മാലാക്കന്മാർ ആ വീട്ടിലുണ്ട്. അപകട മുസീബത്തു ബലാകൾ ആ വീട്ടിലില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ വീടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോ നമ്മൾ ബിസ്മി ചൊല്ലി, ബാങ്ക് കൊടുത്ത്, ഇഖാമത്ത് കൊടുത്ത്, നിസ്കാര കർമ്മങ്ങൾ നിർവഹിച്ച്, യാസീൻ ഓതി അല്ലാഹുവിന്റെ ദർബാറിലേക്കൊന്ന് ബർക്കത്തിന് വേണ്ടിയിട്ട് തേടണം. അങ്ങനെയുള്ളൊരു വീടായി നമ്മളെ വീട് മാറണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമതായി
ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മർഅതു പെണ്ണാണ്. പെണ്ണ് നന്നായാൽ ഒരു കുടുംബം നന്നായി. നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അലിയാർ തങ്ങളോട് ചോദിക്കുകയാണ്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, ദുനിയാവിന്റെ ഹസനത്ത്. ദുനിയാവിന്റെ ഹസനത്ത് ഏതാണ്? ആഖിറത്തിന്റെ ഹസനത്ത് ജന്നത്താണ്, സ്വർഗമാണ്. എന്നാൽ ദുനിയാവിന്റെ ഹസനത്ത് ഏതാണെന്ന് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളോട് ചോദിക്കുമ്പോൾ അലിയാർ തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്, അത് സ്വാലിഹത്തായ ഭാര്യയാണ്, പെണ്ണാണ്. നല്ലൊരു പെണ്ണ് നമ്മളെ കുടുംബിനുണ്ടാവുക, നമ്മളെ വീട്ടിൽ സുന്ദരമായൊരു വീടുണ്ടാക്കി ആ വീട് അനുയോജ്യമായൊരു പെണ്ണുണ്ടാവുക. ആ പെണ്ണിന്റെ മുഖത്തിനല്ല ഭംഗി വേണ്ടത്, ആ പെണ്ണിന്റെ സ്വഭാവത്തിലാണ് ഭംഗി വേണ്ടത്. ആ സ്വഭാവം എന്താണ്? സ്വഭാവം എന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്ന പെണ്ണ് ഇദാ സല്ലത്ത് ഖംസഹാ വസാമത്ത് ശഹറഹാ വഹഫിളത്ത് ഫർജഹാ വഅതാഅത്ത് സൗജഹാ. ആരംഭപ്പൂവായ മുത്തൊളീമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ഒരു പെണ്ണ്, അതുപോലെ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണ്, അതുപോലെ ഗുഹ്യ സ്ഥാനം സൂക്ഷിക്കുന്ന പെണ്ണ്, എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവിനനുസരിക്കുന്ന പെണ്ണ്, ഇങ്ങനൊരു പെണ്ണിന്, ആ പെണ്ണിന് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നേട്ടമുണ്ടോ? ആരംഭപ്പൂവായ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അല്ലാഹു നാളെ ആഖിറ ലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട വാതിലിലൂടെ കടക്കാമെന്ന് ആരംഭപ്പൂവായ മുത്തൊളീമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ വോയിസ് നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ വിശദീകരിക്കാതെയാണ്, ഒരുപാട് വിശദീകരിക്കാനും ഒരുപാട് ചരിത്രം ഇതിന്റെ കൂടെ പറയാനുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്, കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിന്റെ തുടക്കം നന്നാവണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം, ഇന്ന് പെണ്ണിനൊന്ന് കറക്കുക എന്ന് പറയുന്നത് അതൊരു രസകരമായിട്ടാണ്. അതൊരൊറ്റ ദിവസമല്ലേ ഉള്ളൂ. കല്യാണം നിശ്ചയിച്ച മുതൽ ആ കുടുംബനാഥൻ നട്ടോട്ടം ഓടുക. ദിനം പ്രതി സ്വർണത്തിന് വില കൂടുമ്പോ, പടച്ചോനെ എന്റെ മോളിറങ്ങുമ്പോ ഒരു 5 പവൻ ഞാൻ കൊടുക്കണം. എന്റെ മൂത്ത മോൾക്ക് ഞാൻ 30 പവൻ കൊടുത്തിട്ടുണ്ട്, ഒരു 10 പവനെങ്കിലും കൊടുക്കണം. അന്ന് ഞാൻ ഗൾഫിലായിരുന്നു, ഇന്ന് ഞാൻ നാട്ടിലാ. ആ പാവം സങ്കടങ്ങളുണ്ട്. വൈകുന്നേരം ആ ചാരി കസാലയിൽ ഇരുന്നിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് ചിന്തിക്കുന്നത്, പടച്ചോനെ ഞാൻ എന്ത് ചെയ്യും. ആ പാവപ്പെട്ട ഉമ്മ രാത്രിയിൽ കെടുപ്പറയിലേക്ക് വരുമ്പോ കണ്ണുനീരോടുകൂടെയാ വരുന്നത്. എന്തേ കാരണം? കല്യാണം നിശ്ചയിച്ചത് മുതൽ പുതിയാപ്പിളക്ക് മിണ്ടാട്ടമില്ല. മൂപ്പരെന്തോ ഒരു ടെൻഷനിലാണ്. ഒരു 10 രൂപ പോലും മോൾക്ക് വേണ്ടിയിട്ട് സുരക്ഷിച്ചിട്ടില്ല. അങ്ങനെ കല്യാണത്തിന്റെ ദിവസം വരുമ്പോ ക്യാമറക്കാരൻ പറയാണ്, 2 സ്റ്റെപ്പ് ചവിട്ടിയിട്ടാവണം പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവരേണ്ടത്. അതുപോലെ ഡാൻസ് കളിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പറയും ഒരു ദിവസമല്ല ഉസ്താദെ തങ്ങളെ, അതൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. പക്ഷേ ആ ഒരൊറ്റ ദിവസത്തിന് എത്രമേൽ അവർ ജീവിക്കുന്നുവോ അത്രമേൽ അവർ കണ്ണീരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിത
ജീവിതത്തിന്റെ തുടക്കം അല്ലാഹു ഇഷ്ടപ്പെടുന്നതാവണം, എന്നാൽ ഒടുക്കവും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. നമ്മൾ അല്ലാഹുവിന്റെ തൃപ്തിയിലായിട്ട് ജീവിതം അങ്ങ് തുടങ്ങിയാൽ അതിൽ നിന്നുള്ള മക്കള് സ്വാലിഹീങ്ങളാകും, സ്വാലിഹത്തുകളാകും. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്. അതിലും ഒരു ബർക്കത്തുണ്ട്, കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിലും ഒരു ബർക്കത്തുണ്ട്. ആ പെണ്ണ് മോശായാൽ വീട്ടിലെ ബർക്കത്ത് പോകും. ബർക്കത്തുകളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തതാണ്. ഇനി ഞാൻ മൂന്നാമത്തതൊന്ന് പറയട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മൂന്നാമത്തത് ആരാണെന്നറിയുമോ? നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെ ചെറുപ്പക്കാരുടെ ആഗ്രഹമാണ് ഒരു വണ്ടി എടുക്കുക, ഒരു സയ്യാറത്ത് കാർ എടുക്കുക, ഒരു വണ്ടി എടുക്കുക, ഒരു മർക്കബ്, ഒരു വാഹനം നമുക്ക് ഉണ്ടാവുക. അത് നമ്മൾ ആഗ്രഹമാണ്. ആ വാഹനത്തിന് നമ്മൾ അതൊരു ശകുനക്കേടാണ്. ആ വാഹനം എടുത്തത് മുതൽ എപ്പോഴും വർക്ക്ഷോപ്പിൽ ആ വാഹനം നമ്മൾ വിറ്റൊഴിവാക്കണം. ആ വാഹനം നമ്മൾ വിറ്റൊഴിവാക്കണം. ചില നമ്പറുകളിൽ പോലും നമുക്കൊരു അനുഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 10 രൂപ കൂടിയാലും നമ്മളെ മനസ്സിന് കുളിർമയേകുന്ന വാഹനം. നമ്മൾ വാഹനങ്ങൾ എടുക്കാൻ പോവാ, വല്യമ്മ പറഞ്ഞു ഇത് മോനെ എനിക്ക് ഹൈറാണ്, നമ്മളതാണ് എടുത്തു. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹൈറാകും. കാരണം എന്താ? ആ വല്യമ്മാന്റെ വാക്ക് നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുതിയ സംവിധാനം ഉണ്ട്. വണ്ടി എടുക്കാൻ പോകുമ്പോ ഭാര്യയും മക്കളും എല്ലാം കൂടി പോവുക കുടുംബസമേതം. എന്നിട്ട് ആ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിക്കാരന് പരിചയപ്പെടുത്തുക. മുഖക്കെ പുറത്തു ചാടി ആ വണ്ടിക്കാരൻ ഇവരെങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് വണ്ടി കൊടുക്കുന്ന ഒരു ഫോട്ടോ. എല്ലാം നല്ലതാണ്. ഉസ്താക്കന്മാരും തങ്ങന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഉമ്മമാരോട്, സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ പോയിക്കോളി, വണ്ടി നിങ്ങളെ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചോളി, നിങ്ങളാ സദസ്സിലുണ്ടായിക്കോളി, എല്ലാം ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ മുഖം ഓപ്പണാകുന്ന ഒരു സംസ്കാര രീതി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ പോകാൻ പാടില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. ഒരു ഹിജാബ് ഇട്ടോളി. അങ്ങനെ നമ്മൾ പോയിട്ട് കർമ്മങ്ങൾ നിർവഹിച്ചോളൂ. അതൊരു ബർക്കത്താണ്. അല്ല, ബർക്കത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഈ 3 കാര്യത്തിൽ വല്ലാത്ത മഹത്വമുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് ഞാനല്ല, ആരംഭപ്പൂവായ മുത്തളി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ 3 കാര്യത്തിൽ അല്ലാഹു ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 3 കാര്യം കൊണല്ലെങ്കിലോ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും. ഇതാണ് ഇന്നത്തെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ സന്തോഷത്തോടുകൂടെ നിർമ്മിച്ച ആ വീട് സന്തോഷകരമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സിൽ നമുക്ക് പറയണം കന്നിമൂല, ഇതൊരു വിഷയമാണ്. അതുപോലെ പോക്കുവരം, അതുപോലെ ചില പറമ്പിൽ പൈശാചികമായ ഷർറുള്ള പറമ്പുണ്ടാകും. അങ്ങനെയുള്ള കന്നിമൂലയിൽ നമുക്ക് അതിനെ ബഹുമാനിക്കണോ, അവിടെ കക്കൂസ് പറ്റുമോ, അവിടെ കുളിമുറി പറ്റുമോ, പോക്കുവരവിന്റെ ദ്വാരം ഇട്ടുകൊടുക്കണോ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. കുട്ടിച്ചാത്തൻ, ചേക്കുട്ടിയുടെ ശല്യങ്ങൾ ഓരോ വീട്ടിലുണ്ടാവുമോ, അതുപോലെ പറമ്പ് ദോഷങ്ങളുണ്ടോ, ഇതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കേൾക്കാം. ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് വേണ്ടി നമ്മളെ ഈ മക്കൾ, നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികൾ സംവിധാനിക്കുന്ന ഈ സംവിധാനത്തിൽ നിങ്ങളൊക്കെ ഭാഗവാക്കാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം وعلى آله حق قدره ومقداره العظيم. أرحم الراحمين يا തമ്പുരാനേ, അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്.
സ്വീകരിക്കണം അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ കൊതിയുണ്ട്, തൗഫീഖ് നൽകണം അല്ലാ. പടച്ചവനെ ആമീൻ പറയുന്ന കൂട്ടത്തിൽ ഉമ്മ മരണപ്പെട്ടവരുണ്ട്, ഉപ്പ മരണപ്പെട്ടവരുണ്ട്, സഹോദരന്മാര്, ബന്ധുക്കള്, കൂട്ടുകാര്, സുഹൃത്തുക്കള്, ഭാര്യ, ഭർത്താക്കന്മാര് പലവരും മൗത്തായി പള്ളിപ്പറമ്പിലാണ് അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗമാക്കണം അല്ലാ. അവരെ ഖബർ പ്രകാശമാക്കണം അല്ലാ. പടച്ചോനെ, ഒരു സഹോദരി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ, 40 വയസ്സുള്ള എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ചെറിയ പൈതങ്ങളായ 3 മക്കളാണ്. എനിക്ക് ഉപ്പയില്ല, ആങ്ങളയില്ല, ബന്ധുക്കളില്ല, പ്രയാസത്തിലാണ് അല്ലാ. പടച്ചവനെ, ആ കുടുംബത്തിന് സമാധാനം നൽകണം അല്ലാ. ആഖിറ വിജയം നൽകണം റബ്ബേ. നാളെ സ്വർഗ്ഗത്തിൽ കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. തൗഫീഖ് നൽകണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.